അന്ന് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നത് എല്ലാവർക്കും അനുമതി, അമ്മയ്ക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും എല്ലാവരും ആ കുട്ടിനെ താലോചിച്ച് അവളെ ഇതാക്കിക്കൊണ്ട് നടക്കുക. എനിക്കിവിടെ ഒരു വിലയില്ല. സാധാരണ പെങ്ങന്മാര് വന്നിട്ടുണ്ടെങ്കിൽ 1/2 മണിക്കൂർ നിൽക്കും, അല്ലെ 1 മണിക്കൂർ നിൽക്കും, വേണ്ട 2 ദിവസം എന്നാലും കുഴപ്പമില്ല. അത് ഒരാഴ്ചയായാലും ഇവിടെ തമ്പടിച്ചിട്ട് ഞാനാണെങ്കിൽ ഒട്ടും മൈൻഡ് ചെയ്യുന്നില്ല. എന്റെ റൂമിൽ കയറി വന്നിരിക്കുക, എന്നെ അനിയത്തിനെ പോലെയാണെന്ന്. എടി, നീ അവളെ അനിയത്തി തന്നെയാണ്. അവള് നിന്നെ സ്നേഹിക്കുന്നതാണ് നിന്റെ കുഴപ്പം. ഈ വീട്ടിൽ എല്ലാവർക്കും നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് എല്ലാവരും നിന്നോട് ഇത്ര അടുപ്പം കാണിക്കുന്നത്. അപ്പൊ നീ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കുക. അങ്ങനെ വലിഞ്ഞു കയറി വരുന്നവരൊന്നും എന്നെ സ്നേഹിക്കാൻ നിൽക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല. നീ എന്താ എന്റെ പെങ്ങളെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? അവള് നിന്റെ ഔദാര്യത്തിലാണ് ഇവിടെ വന്ന് നിൽക്കുന്നതെന്നോ? അവളെ കല്യാണം കഴിഞ്ഞുള്ളൂ, അല്ലാണ്ട് ഇവിടുത്തെ എല്ലാ ബന്ധങ്ങളും കളഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞയച്ചതല്ല ഞങ്ങള്. അവൾ ഇതിനു മുമ്പ് ഇവിടെ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ഇന്നും. എനിക്ക് ഈ വീട്ടിലുള്ള എല്ലാ അവകാശങ്ങളും അവക്കും ഉണ്ട്. എന്റെ പേരിൽ നിങ്ങൾ രണ്ടാളും ഇങ്ങനെ വഴക്കിടല്ലേ. പ്രിയ പറഞ്ഞു തന്നെയാണ് ശരി. ഞാനിവിടെ ഇത്രയും ദിവസം വന്ന് നിൽക്കാൻ പാടില്ലായിരുന്നു. ഞാൻ ജനിച്ചു വളർന്ന വീടൊക്കെ തന്നെയാണ്. പക്ഷെ ഞാൻ കല്യാണം കഴിഞ്ഞ് പോയതല്ലേ. വന്നൊരു 1/2 മണിക്കൂർ നിൽക്കുക, പോവുക, അത്രേ പാടുള്ളൂ. അത് മറന്നുപോയത് ഞാന്. ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുക ഏട്ടാ. നീ എങ്ങോട്ട് പോവാൻ? നീ കുറച്ചു ദിവസം ഇവിടെ നിൽക്കാൻ വേണ്ടിട്ട് വന്നല്ലേ? സമാധാനത്തോടെ നിന്നിട്ട് പോയാ മതി. ഇതെന്താ ഇവിടെ അവകാശത്തിന്റെ സ്ഥാനത്തിന്റെ ഒക്കെ കാര്യങ്ങൾ സംസാരിക്കുന്നത്? എന്താ മോളെ, അവളിവിടെ വന്ന് നിൽക്കുന്നതിൽ നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? മോളെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവന്നല്ലേ? വീട്ടിൽ നിന്ന് വരുമ്പോ അച്ഛനെയും അമ്മനെയും ആങ്ങളിലേക്ക് ഉപേക്ഷിച്ചിട്ടാണോ വന്നത്? നിനക്കൊരു ആങ്ങളുള്ളതല്ലേ? നാളെ അവന് കല്യാണം കഴിഞ്ഞിട്ട് ആ വരുന്ന പെൺകുട്ടി നിന്നോട് ഇങ്ങനെ ചെയ്താ നിനക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ? മോളെ കാര്യങ്ങളൊക്കെ മോൻ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ അല്ലെങ്കിൽ തന്നെ മോൾക്കും കുട്ടികൾക്കും അവിടെ വരാനും നിൽക്കാനും അവര് സൗകര്യത്തിനനുസരിച്ച് പോകാനും എല്ലാം ഇവിടെ പറ്റണം. അവളിവിടെ വരരുത്, ഇവിടെ നിൽക്കരുത് എന്ന് പറയാനുള്ള അധികാരം ഇവിടെ ഒരൊറ്റ ആൾക്കും ഇല്ല. ഇനിയിപ്പോ മോൾക്ക് അങ്ങനെ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മോനൊരു കാര്യം ചെയ്യ്, അവളെ കൊണ്ട് മാറി താമസിച്ചോ. എന്തമ്മീ പറയുന്നത്? ഈ വീടും വിട്ട് ഞാൻ പുറത്തു പോയി താമസിക്കാനോ? കൂടെ നിന്ന് സ്നേഹിക്കുന്ന ഒരു കുടുംബം കിട്ടുക എന്ന് പറയുന്നത് അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല. ഇവിടെ എല്ലാവരും നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നതാണ് നിന്റെ പ്രശ്നം, അല്ലേ? ഇവരാരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് നീ ഇങ്ങനെ എന്റെ മുന്നിൽ വന്ന് സംസാരിക്കുന്നെങ്കിൽ ഞാൻ നിന്റെ കൂടെ നിന്ന് ഞാൻ സപ്പോർട്ട് ചെയ്തേനെ. നിന്റെ അച്ഛനും അമ്മയും ആങ്ങളെയും നിന്റെ കൂടെ എപ്പോഴും വേണം നീ ആഗ്രഹിക്കുന്നില്ലേ? അതുപോലെ തന്നെയാണ് എനിക്കും എന്റെ അച്ഛനും അമ്മയും പെങ്ങളും. നീ ഇവിടെ വന്നതിന് ശേഷേ അവള് നീ എന്നുള്ള വ്യത്യാസം അവിടെ ആരും ഉണ്ടാക്കിയിട്ടില്ല, ഇങ്ങോട്ട് ഉണ്ടാക്കാനും പോകുന്നില്ല. മോളൊരു കാര്യം ചെയ്യ്, കുഞ്ഞിനെ കൊണ്ട് ഉറക്കാൻ നോക്ക്. മോൾക്കിപ്പോ മനസ്സിലായോ ഒരു കുടുംബം എന്താന്നുള്ളത്?